में शक्ति का है, ये रंग में ताकत का है, ये रंग देश के माथे पे सजा। श्वेत है क्या रंग सत्य का, ये श्वेत रंग शांति का है, ये श्वेत रंग एकता का है, ये रंग देश के दिल में है बसा। रंग हरा तो खुशहाली का है, रंग विकास का है, इन्हीं उसूलों से देने पड़ा तिरंगा हमारा तिरंगा प्यारा।
നിന്നോലത്തുമ്പേലൊരു കുരുവി പെണ്ണ് ഉത്തരി കൊയ്യാനായി വന്നേ ചുണ്ടരിവാള. നിന്നോലത്തുമ്പേലൊരു കുരുവി പെണ്ണ് ഉത്തരി കൊയ്യാനായി വന്നേ ചുണ്ടരിവാള. തഞ്ചം പൊട്ടേച്ചു മിനിത്താളത്തിൽ കൊയ്തു മിനിച്ചേ വേലേര പാടം കൊയ്യാൻ പാറിപ്പോയവള്. നിന്നോലത്തുമ്പേലൊരു കുരുവി പെണ്ണ് ഉത്തരി കൊയ്യാനായി വന്നേ ചുണ്ടരിവാള. ഈരടി പാടടി പെണ്ണേ ഈണത്തിൽ പാടടി പെണ്ണേ ഓരടി ഈരടി വച്ചു വച്ചിക്കറി ഓലകൾ കൊയ്യടി പെണ്ണേ. പതിരിന്റെ കൂട്ടരാം പതി കണ്ടോ കൂട്ടരെ ആ പതിരാവരു നാളും പണിയാളരെ നാം. പതിരിന്റെ കൂട്ടരാം പതി കണ്ടോ കൂട്ടരെ ആ പതിരാവരു നാളും പണിയാളരെ നാം. മിന്നും പൊന്നണിയും കനിമല മണിക്കതിരാണു നാം. കുന്നെല്ലിന്നോലത്തുമ്പേലൊരു കുരുവി പെണ്ണ് ഉത്തരി കൊയ്യാനായി വന്നേ ചുണ്ടരിവാള. കുന്നുമേലെ വാഴണ ദൈവത്താറിൻ തിരുനിറയാട്ടം കാണാൻ പെണ്ണെ പോരാമോ. കുന്നുമേലെ വാഴണ ദൈവത്താറിൻ തിരുനിറയാട്ടം കാണാൻ പെണ്ണെ പോരാമോ. കൊമ്പുണ്ടടി കുഴലുണ്ടടി തപ്പുണ്ടടി തകിലുണ്ടടി കൊട്ടുണ്ടടി പാട്ടുണ്ടടി പോരാമോ. കൊമ്പുണ്ടടി കുഴലുണ്ടടി തപ്പുണ്ടടി തകിലുണ്ടടി കൊട്ടുണ്ടടി പാട്ടുണ്ടടി പോരാമോ. ഇടമരളിൽ കടുതുടി താളം ഇടനെറ്റിൽ പെരുമറ വീണം പൊൻകുടമണി കെട്ടി കുരവ വിളിച്ചി മറിയാൻ പോയി കോലം. ഇടമരളിൽ കടുതുടി താളം ഇടനെറ്റിൽ പെരുമറ വീണം ഇനി വിട്ടു വിതയ്ക്കണ നാളുവരയ്ക്ക് ഉത്സവ കുടികൂടം. കുന്നെല്ലിന്നോലത്തുമ്പേലൊരു കുരുവി പെണ്ണ് ഉത്തരി കൊയ്യാനായി വന്നേ ചുണ്ടരിവാള. തഞ്ചം പൊട്ടിച്ചു മിനിത്താളത്തിൽ കൊയ്തു മിനിച്ചേ വേലേര പാടം കൊയ്യാൻ മാറിപ്പോയവൾ. കാണുന്നുടുത്തേ പെണ്ണെ ചുട്ടിയുടുത്തപ്പോഴേറിയ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ ചുട്ടിയാമാരനുണ്ടേറിയ. കാണുന്നുടുത്തേ പെണ്ണെ ചുട്ടിയുടുത്തപ്പോഴേറിയ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ ചുട്ടിയാമാരനുണ്ടേറിയ. അയ്യോ
കാണുന്നില്ലിടിച്ച് പെണ്ണെ പാലിക്കുന്നപ്പോഴേ തകരയാ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കുട്ടിയമാരറിയ കാണുന്നില്ലിടിച്ച് പെണ്ണെ പാലിക്കുന്നപ്പോഴേ തകരയാ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കുട്ടിയമാരറിയ അയ്യോ കാണുമാവിലല്ലോ പെണ്ണെ മാമ്പഴം നിന്നപ്പോഴേ തകര
कुछ नाच गाना दिखा दे हमको भी। कहने से बिस्मिल्लाह 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 तेरे नाम से शुरू हुआ तेरे नाम पे खत्म लिल्लाह
तारों में भी मेरा तू सलाम रखना अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे चन्ना मेरे चन्ना मेरे बेलिया ओ पिया चन्ना मेरे चन्ना मेरे चन्ना मेरे बेलिया ओ पिया ओ पिया नैनो वाले नैनो वाले छेड़ा मन का गला छलकाई मधुशाला मेरा चैन रैन अपने साथ ले गया नैनो वाले नैनो वाले छेड़ा मन का गला छलकाई मधुशाला मेरा चैन रैन अपने साथ ले गया रघुकुल रीत सदा चली आई प्राण जाए पर वचन न जाए ये साजिशें दिशाओं की ये साजिशें हवाओं की लहूलुहान हो गई ज़मीन देवताओं की
ਜਦੋਂ ਅੰਬਰਾਂ ਬਰਸਿਆ ਪਾਣੀ ਮਿੱਟੀ ਦੀ ਖੁਸ਼ਬੂ ਮਿੱਟੀ ਦੀ ਖੁਸ਼ਬੂ ਮਿੱਟੀ ਦੀ ਖੁਸ਼ਬੂ ਆਈ ਅੰਬਰਾਂ ਬਰਸਿਆ ਪਾਣੀ दुनिया छूना चाहे मुझको जैसे उनकी सारी की सारी दुनिया देखे रूप मेरा कोई न जाने बेचारी हाय टूटे सारे इशारे तेरे इश्क में हो मेरा वारे मैं
മറനാടുമുള്ളേ മുറിപ്പാടുകളെ ഗണപ്പാടുകളെ മനക്കോട്ടകളെ തന്തോയത്തോടെ നേരാ നിൽക്കാതെ പായും തേരാ നോക്കാതെ പോകും പോകാൻ കൊള്ളാത്തൊരേറില്ല നേരാ. മോളെവിടെ പോയിരുന്നു? റീനയുടെ കൂടെ മോളെവിടെ പോയി? ആരോട് വെച്ചിട്ട്? നീയാ സിനിമക്ക് പറഞ്ഞിട്ട്
സൗദ നിന്നോട് ചോദിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്. നീ സിനിമക്കൊക്കെ വിടാതായ അമ്പടി നീയാണ് സിനിമ പോയിട്ടത്. ഏത് മുടി പൊളി മുടി മോനെ ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്? അച്ഛൻ. ചായ എടുക്കട്ടെ? വേണ്ട. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല തെറ്റവർത്താനം പറയും. മനസ്സിലായി? ഇനി ഇതാവർത്തിക്കരുത്. ഒരു കപ്പ്
പക്ഷേ നിനക്ക് തെറ്റി ജാസി ഗിഫ്റ്റ് അയ്യോ ഇതൊക്കെ പാട്ടാണോ ആ പുള്ളിക്കാരൻ അയ്യോ അതോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്റെ കണ്ണൊക്കെ അറിയാനുണ്ടല്ലോ പയ്യ പുള്ളിക്കാരൻ പറഞ്ഞ അയ്യോ ഞാൻ മലയാളം ഒന്നും എഴുതിയില്ല പോയി എഴുതി വെക്കാം നീ നിന്നെ ഇത് അങ്ങോട്ട് ആക്കാതെ എളുപ്പം എഴുത പിന്നെ കൊള്ളാം മതി സെക്കൻഡ് എഴുതിയില്ല മലയാളം സെക്കൻഡ് എഴുതിയില്ല സെക്കൻഡ് എഴുത 2 വര മതി കറക്റ്റ് എഴുതിക്കുന്നത് മുട്ട പൊരിച്ചെടുക്കുമോ ടീച്ചർ എന്റെ മുട്ട പൊരിച്ചെടുക്കുന്നു ഗുഡ് മോർണിംഗ് ടീച്ചർ ടീച്ചർ ഞാൻ താമസിച്ചേ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നോ അയ്യോ വെച്ചോണ്ടിരിക്കരുത് ഞങ്ങളുടെ പേരപ്പിൽ പറഞ്ഞ 3 സർജറി കഴിഞ്ഞപ്പാ നീ എന്താ പറഞ്ഞത് വരുവാടാ ഞാൻ കാറിൽ വന്നു ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു അതാ താമസിച്ചത് ഓടില്ലോ പിന്നെ റോഡിന്റെ കാര്യമാണ് ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി ശാസ്ത്രമേളയ്ക്ക് തിരുവല്ലയിൽ പോയില്ലേ ശാസ്ത്രമേള തിരുവല്ലയില്ലേ ഞാൻ പോയില്ല എന്താ പറഞ്ഞേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പ ഗൾഫിൽ വന്നപ്പോ ഞാൻ അവിടെ പോയതാ അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ അത് വസ്ത്രമേളയാണ് ഇത് ശാസ്ത്രമേള ടീച്ചറെ അഖില് പോയിട്ടുണ്ട് അവൻ പോവും അവൻ എന്തായാലും പഠിക്കാൻ കൊടുക്കാനല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ആര്യാ എന്റെ ടീച്ചറിന്റെ എനിക്ക് പേനാണ് ശാസ്ത്രമേളയ്ക്ക് പോയി പോയി ഇതുണ്ടോ നീര് കൊണ്ടോന്നോ എനിക്ക് ഇവിടെ ഇവിടെ ഇടിച്ചതാ മുട്ടിന് ഇവിടെ നീര് കൊണ്ടായി നീരുണ്ടോന്നല്ല ഞാൻ ഇതിന് നീതു ഉണ്ടോന്ന് നീര് കൊണ്ടോ നീരും പോയി ശാസ്ത്രമേള നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ടടി കഴിഞ്ഞ ദിയ വന്നപ്പോഴേ ഇത്രയും പേര് കേട്ടപ്പോൾ ദിയ ഇത്രയും കുട്ടികളോട് ഉണ്ടെന്നുള്ളത് സ്നേഹം ബഹുമാനൊക്കെ എപ്പോൾ നിങ്ങളുണ്ട് കേട്ടാ 25 പേര് വിട്ടോണ്ട് ഇറങ്ങിയേക്കും അഞ്ജലി ഉണ്ടോ അഞ്ജലി ഉണ്ടോന്നോ അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും സാധനം ഉണ്ടോ നീ എന്തോ പറഞ്ഞു അഞ്ജലി ക്ലാസ് അഞ്ജലി ഉണ്ടോ അഞ്ജലി അഞ്ജലി ഇല്ല എന്തോ വന്നില്ല സന്തോഷം ഉണ്ടോ ഓ എന്താ സന്തോഷം സന്തോഷമാണ് ടീച്ചറെ കളിക്കാൻ ക്ലാസ് സന്തോഷം എന്ത് ശാസ്ത്രമേളയ്ക്ക് പോയി ശാസ്ത്രമേളയ്ക്ക് പോയി അനന്തം ഉണ്ടോ അനന്തമുണ്ടോ ഞാനാ ഉണ്ട് അഖിലങ്ങോട്ട് പോയല്ലേ അങ്ങോട്ട് പോയേക്കുന്നു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളം പഠിക്കാം ഇന്ന് മലയാളം ആദ്യം അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോയി ഇന്നും ഞാനാണ് 5 വിഷയം എടുക്കാൻ പോകുന്നത് ഇവിടെ ഇത് തന്നെ പരിപാടി ഫസ്റ്റ് ചോദ്യം താമരയുടെ പര്യായ പദം പറയണം അനന്ത് പറ താമരയുടെ പര്യായ പദം താമരയുടെ വെള്ള താമര നീലത്താമര അത് ടീച്ചർ കണ്ടാണല്ലോ സിനിമ പിന്നെ ലോട്ടസ് പേര് നേരവും വെളുത്ത് അടിയും തുടങ്ങി നീ പറയാനി പറഞ്ഞേ എന്തോ ടീച്ചർ താമര പര്യായ പദം താമരയുടെ പര്യായ പദോ താമര വെള്ളത്തിലുണ്ടാകുന്നതാണ് നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്നത് അംബുജ കമല എഴുതി വെച്ചാൽ അംബുജം കമലം അടുത്ത ആര്യകളാണ് തേന്റെ പര്യായ പദം പറഞ്ഞേടി തേൻ തേൻ തേന മധു മധു സത്യൻ ശീല ചെമ്മീൻ ആരൊക്കെ അഭിനയിച്ച് നല്ല ആണോ ചോദിച്ചാൽ ആണോടി ആണോ ഹണി മണി കേണി നിന്നെ കിണി കിണി ഇത് എന്താ പഠിച്ചോണ്ട് വരുവാണ് ഇതൊക്കെ സത്യം മതി രണ്ടെണ്ണം കൂടെ എന്തോ കാണിക്കാൻ ഒരു കാര്യം കഴിയാം പാട്ട് പഠിച്ചോണ്ട് പഠിച്ചോണ്ട് വന്നു മലയാള പദം പഠിച്ചിട്ടുണ്ട് ടീച്ചറെ ആദ്യമല്ല നീ 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 ഞാൻ ടീച്ചറെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അശോകൻ എന്നായിരുന്നു പേര് ഞങ്ങളുടെ വീട്ടുകാരെ ആരും സമ്മതിച്ചില്ല എവിടെയോ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുക ടീച്ചറുടെ ആദ്യത്തെ ലൈനല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലൈനാ അദ്ദേഹത്തിന്റെ ആണ് പറഞ്ഞത് ഓമന തിങ്കൾ കിടാവോ അതാണ് ഓമേനത്തിങ്കൾ കിടാവോ നല്ല കോമള ശ്യാമള പൂവോ പൂവിലുറങ്ങും മധുവോ പായിലുറങ്ങും രഘുവോ ഓമന തിങ്കൾ കിടാവോ നല്ല താമര താരിളം പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി അനന്തുവേ കാണിക്കുക എന്താ ടീച്ചറെ അതും ടീച്ചർ എന്റെ വീട്ടിലെ അതെ ഈ പാട്ട്
പാടിയായിരുന്നു അമ്മ പണ്ടെന്നെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എപ്പൊ ഞാൻ പാടിയാലും ഞാൻ ഉറക്കും. അല്ലെങ്കിൽ പറഞ്ഞത് അത് പറയുമ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് അടച്ചു നോക്ക്. കെമിസ്ട്രി രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ അല്ലടാ, കെമിസ്ട്രി. അതുപോലെ നിനക്കറിയത്തില്ല. നിങ്ങളുടെ ചോദ്യമാണ് തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര. കൊടുക്കാത്ത എന്നെ കൊടുക്കാത്ത നീ പറ തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടമാണ്. പിന്നെ അത് രാത്രി കുറച്ച് കരഞ്ഞ് നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ. ചില സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്താണോ അടുത്ത പറ. ഷെല്ലുകൾ ഏതല്ല? ആനി പറ. പൂജപ്പുര സെല്ല, തിരൂർ സെല്ല, പിന്നെ ഇതാണ് സെല്ലുകൾ. എഴുതിയേക്കണേ. മെർക്കുറി സെല്ല്, ട്രൈ സെല്ല്. എഴുതി വെച്ചേ. രോഗങ്ങൾ ഏതല്ല? അഞ്ചാം പനി കോളറ മഞ്ഞപ്പിത്ത. രോഗങ്ങളല്ലടാ, ലോഹങ്ങള്. രോഗങ്ങൾ അറിയിക്കും. നീ പറയടി. നല്ല രോഗം, സ്വർഗ്ഗലോകം, പാതാളലോകം. ഈ ലോഹങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്, അലൂമിനിയം. എഴുതി. സിങ്ക്, അലൂമിനിയം, കോപ്പർ, അയൺ. നിന്റെ ഭാവിയിൽ എന്താകണമാണ് ആഗ്രഹം? എനിക്ക് പോലീസായി കൊള്ളാറുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിന്റെ പോലീസ് ആകും നീ. ഞാനറിയാം ചെറിയ ചിലവന്മാരെ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നീ വെച്ച് ആണിക്കടി പോലീസ് ടീച്ചറെ എനിക്ക് ഭാവിയിൽ നല്ലൊരു അമ്മയാകാനാണ് ആഗ്രഹം. പഠിച്ചിട്ടോ? പഠിച്ച് നല്ലൊരു അമ്മയാവണം. അമ്മ ആരാണ്? നീ പഠിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. അയ്യോ, പഠിക്കാതിരുന്നാൽ ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് വെച്ച് പഠിപ്പിക്കും. ഓരോ മൂത്ത പോലെ ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുമോ? അവൻ ആ പഠിക്കാൻ പോണേ. പഠിക്കാൻ മറ്റനവന് അവിടെ ഇരുന്നേ. അവൻ എന്നെ ട്യൂഷൻ വിളിക്കാന്നേ. നമുക്ക് ഈ കണക്ക് വിളിക്കാം. ഇല്ലാത്ത കണക്കൊന്നും. ആറിന്റെ പട്ടികയില്ലേ? ഒരാറ് 6, 2 6, മികച്ചിലാറ്, അമ്മയാറ്. എന്തുകൊണ്ട് ഈ പറയുന്നേ? രണ്ടാറ്. പക്ഷെ ഇത് വല്ലാത്ത കഷ്ടമാണെന്നല്ലോ. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ടീച്ചറെ ഒന്നിന് പറയാമോ? അല്ല, പിന്നെ മഞ്ഞിന് പോണം. അയ്യോ, നീ 8ന്റെ പറയണം. അവിടെ പോയത് നിന്നിട്ട് എന്റെ നെഞ്ചിട്ട് ഓരൊട്ടെ ഇരിക്കട്ടെ. ഒരു 16 ഒരൊട്ടെ ആരോട് വായിക്കട്ടെ? എന്നത് ഹലോ, വരദ ടീച്ചറെ. എന്റെ ചാക്കോ സാറെ, ഞാൻ വസന്ത ടീച്ചർ. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു. അല്ല, വസന്ത ടീച്ചർ രണ്ടിലും വായാണല്ലോ. എന്റെ ഭാര്യയിരിക്കുന്ന വല്ല കേട്ടുണ്ട് പോയത്. എങ്ങനെ അടുത്ത വിഷയത്തോടെ വിളിച്ചേ. ഓ, നീ അത് കേട്ടത് പോയിക്കോട്ടെ. ബയോളജി പഠിക്കാം. ടീച്ചർ നീ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരുത്. ഇല്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ വേണം. മലമ്പനിയുടെ ലക്ഷണം. മലമ്പനി മുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാട്ടിൽ മാത്രം മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികളിൽ രക്ഷപ്പെടാൻ വേണ്ടി മുള്ളിങ്ങനെ ഉടയുകയും ചെയ്യും. അത് മുള്ളംപന്നി. നീ മലമ്പനിയെ കുറിച്ച് മലമ്പനിയാണ്. അറിയാമോ? മലമ്പനിയെ കുറിച്ച് അറിയാമോ? അറിയത്തില്ല. മലമ്പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭാരം കുറേ അനുഭവപ്പെടും, ക്ഷീണം കാണും, സ്ഥിരമായിട്ട് ചുമ കാണും. എഴുതിവെക്കത് കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞാൽ തലയോട് ഗ്രന്ഥി. കമട്ടോട് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി. എഴുതി വെച്ചത് ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന ഇവിടെ പറഞ്ഞേ. ഒലിക്കണ്ടേ? എന്നോടാണോ? അതിന്റെ തൊലിക്കണ്ടേ? കറക്റ്റ് ഉത്തരം. ഇരുന്നേ. അവിടെ കേട്ട് അടുത്ത വിഷയം എടുക്കാവേ. ഹിസ്റ്ററി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? പറ. അല്ലെന്തോ എന്ത് പറ? ഒരു ജില്ല. നീ പറയാനാ പറഞ്ഞത്? 15. 14 ജില്ലയുണ്ട് സാറേ. 15 ജില്ല. ദുംതനക്കര ജില്ലയിലെ ജില്ലയിലെ ഒരു പാട്ടും പറ്റിട്ട് വന്നിരിക്കുക. 3 ജില്ലകളുടെ പേര് പറഞ്ഞേടി. കൊല്ലത്തില്ല. കൊള്ളത്തില്ല. കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, പിന്നെ കോട്ടയം ജില്ല. അല്ല, ആർക്ക് കോട്ടയം ജില്ല? കോട്ടയം ജില്ല. 2 കൊള്ളം. ഇനിയാണ്
ഇല്ല. കേരളത്തിൽ എത്ര നദികളുണ്ട് പറയണം? കേരളത്തിൽ എത്ര നദിയോ? ആ എന്നാണ് എത്ര നദി? എൻ്റെ നല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റല്ല നല്ല. പിന്നെ തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ നടിമാരെ കുറിച്ച് നമുക്ക് എത്ര നദികളുണ്ടെന്ന് പറഞ്ഞ കേരളത്തിൽ നദിയോ? ആ നദി അറിയില്ല. 44 നദികളുണ്ട്. എഴുതി വെച്ചേ 44. കേരളത്തിൽ അടുത്തത് ഈയവും ചെമ്പും കുഴുകിച്ചേർന്ന് നിർമ്മിക്കുന്ന ലോക സങ്കരം ഏത്? അറിയത്തില്ല. അറിയത്തില്ല. അറിയത്തില്ല ഓട്. അറിയത്തില്ല ഓട്. ഇല്ലെന്തോ ടീച്ചറെ? അറിയത്തില്ലെങ്കിൽ ഓട്. ഓടുന്ന പറഞ്ഞ ബംഗാൾ എഴുതി വെക്കത്. കേൾക്കാൻ വേണ്ടി ഇറങ്ങിയോടെ ഒരു രക്ഷയില്ല. രംഗനെ കൊണ്ട് എന്തോലും പഠിക്കാൻ എന്തോലും പുറമോട്ട് ശാസ്ത്രമാക്കി പോയിട്ടില്ല. വേറെ വല്ല കാര്യമുണ്ട്? യൂത്ത് ഫെസ്റ്റ് അടുത്ത മാസം വരുന്നത് ചേർന്നിട്ടുണ്ടോ? ടീച്ചറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം. യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മള് ജനറൽ കോളേജിൽ ചേരാൻ പറ്റുമോ? ഈ ചോദ്യം ഉത്തരങ്ങൾ ജനറൽ കോളേജോ? നിനക്ക് അറിയാവുന്ന വിഷയത്തേക്ക് ഒരു ബ്രീഡിങ് അറിയാത്ത വിഷയത്തിൽ ഇതിനകത്ത് ചേർന്നായിരുന്നു. ഉപന്യാസ മത്സരത്തിനകത്ത് ചേർന്നോ? ഉപന്യാസത്തിൽ ഞാൻ പേരോട്ടക്കണ്ട. പ്രപഞ്ചത്തെ കുറിച്ച് ഇവിടെ വന്ന് പറയണി. നമസ്കാരം. മാന്യ സദസ്യന് എന്റെ കോപ്പുകൈ. എനിക്കിവിടെ നിഷിദ്ധമായ എന്നിൽ നിഷിദ്ധമായ വിഷയം പ്രപഞ്ചമാണ്. പ്രപഞ്ചമാണല്ലോ എന്ന് നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും. പ്രപഞ്ചമാണ് സത്യം. പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു ജനിക്കുന്നതല്ല. ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തിലാണ്. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. വല്ലാത്ത കഷ്ടം തന്നെ. എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്ക് മെമിക്രി പറയാമോ? ഏതാ കാണിക്കുന്നേ? മാന്യസദസ്സിന് നമസ്കാരം. അതൊന്നും വേണ്ട, നീ കാണിയില്ല. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോകുന്നത്. അത് കാണിച്ചേ. അതേ ട്രെയിനാണത്. വന്ദേ ഭാരതം പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ പരിപാടി? അത് പറയാം. അടുത്തത് കുയില്. ഒരു കാറിനുള്ളിൽ കുയില് കുട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്ക് കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകും കുയിലുണ്ടാകുന്നില്ല. നിങ്ങൾ ഉണ്ടായിരിക്കണ്ടേ? വേടനാണെങ്കിൽ മിന്റെ വെടിവെക്കുകയില്ല. കാണിക്കുന്നേ വേറെ ഉണ്ട്. ഇറച്ചിക്കോഴിയുടെ ഇറച്ചിക്കോഴിയുടെ അല്ല. അത് കാണിച്ചത് ചിക്കൻ മന്തി. ഇതെന്തുവാ? കണ്ണിൽ തട്ട് കടിച്ച പാട്ടം കിട്ടണം. വല്ലാത്ത മെനക്കാണ് നിന്നെ കൊണ്ടൊക്കെ. നിനക്ക് വേറെ കണ്ടുണ്ട്? സമൂഹാനം. സമൂഹഗാനത്തിന് ഞങ്ങൾ രണ്ടുപേരും പേരും രണ്ടും ഒരുമിച്ച പാട്ട്. അതെങ്ങനെ ഞാനൊന്ന് കാണട്ടെ. മാന്യ സദസ്സിനെ അങ്ങനെ വേണ്ട. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞു. ആദ്യം കായ്ക്ക് 1 2 3 കഴിഞ്ഞോ? വീട്ടിനാക്കുള്ള സിനിമയ്ക്കുള്ള പാട്ടാ. വേറെയോ? വേറെന്താ കഴിവുണ്ട്? നൃത്തം ഉണ്ടാവും. നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതിന്റെ കുറവുകളെ അങ്ങനെ കളി. എനിക്കറിയാൻ വയ്യാത്ത ചോദിക്കുക. എനിക്ക് തോന്നുന്നത് എന്തോന്നറിയാമോ? പുള്ളിക്കാരനെ നമ്പർ തെറ്റിന്ന് വിളിക്കുന്നത് മനഃപൂർവ്വം വിളിക്കും. ആരാ ടീച്ചറെ? ചാക്കോ സാറേ. ചാക്കോ സാറ് നമ്പർ തെറ്റി വിളിക്കുന്നതല്ല. ചന്ദ്രനമ്മയ പോയിക്കുന്നു കാലത്ത മാനത്തെ കൊടുക്കുമോ വേലക്ക് പെയ്യണമായി നമ്മുടെ പേരക്ക് മുകളിലും കൊടയണോ കാലം കൊണ്ടേ മാനം നമ്മുടെ കരളി കിടന്ന് കിടക്കണേ ആലവാല നേരിൽ കൊണ്ടൊരു മഴവില്ലിൻ
പറമ്പിക്കുയി കിടന്നു നമ്മുടെ കുയ്യ നിലവി തെളിഞ്ഞടി കന്നിക്കുള്ള കറുമ്പം പുള്ളിയും നിലവി മറിഞ്ഞ് കിടക്കണേ പറമ്പിക്കുയി കിടന്നു നമ്മുടെ കുയ്യ നിലവി തെളിഞ്ഞടി കന്നിക്കുള്ള കറുമ്പം പുള്ളിയും നിലവി മറിഞ്ഞ് കിടക്കണേ നടുവും കുഞ്ഞിന കറുമ്പി പെണ്ണുങ്ങൾ ഒരു തരം കുട്ടിക്കൂനി മുതുകിളവിയും കട്ടക്കാലി കറുമ്പിയും ഞാറും നടുവും കുഞ്ഞിന കറുമ്പി പെണ്ണുങ്ങൾ ഒരു തരം മുട്ടിക്കൂനി മുതുകിളവിയും കട്ടക്കാലി കറുമ്പിയും നമ്മുടെ തലക്കണ്ടത്തിന്റെ പൊലി പൊലി നിരക്കി നിന്നൊരു പറയി കൊള്ള നിരനിരഞ്ഞടി കറുമ്പിച്ച് വലിച്ചു പിരിച്ചു നടണം നമ്മുടെ തലക്കണ്ടത്തിന്റെ പൊലി പൊലി നിരക്കി നിന്നൊരു പറയി കൊള്ള നിരനിരഞ്ഞടി കറുമ്പിച്ച് കളിമാരെല്ലാം നടുക്കണ്ടത്തിലോട്ടിറങ്ങട്ടെ ഉള്ളയുള്ള തള്ളമാരെല്ലാം മരം വരികത്ത് നിരക്കട്ടെ 6 മാസ കള്ളിമാരെല്ലാം നടുക്കണ്ടത്തിലോട്ടിറങ്ങട്ടെ ഉള്ളയുള്ള തള്ളമാരെല്ലാം മരം വരികത്ത് നിരക്കട്ടെ കേരളത്തിൽ ലഹരിയുടെ പക്ഷികൾ കൂടുകൂട്ടിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ കരുത്തും ഭാവി വാഗ്ദാനവുമാകേണ്ട പുതുതലമുറ ലഹരിയാൽ ചിന്താശേഷി നഷ്ടമായി മനുഷ്യത്വം മരവിച്ച് മൃഗതുല്യമായ ഭീകരാവസ്ഥ. ലിംഗവ്യത്യാസമില്ലാതെ ലഹരിക്കായി കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് പോലും വിധേയമാകുന്ന വേദനാജനകമായ കാഴ്ച. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന, അതിക്രമങ്ങൾ നിത്യസംഭവമാകുന്ന, ആത്മഹത്യയും കൊലപാതകങ്ങളും വർദ്ധിക്കുന്ന ഈ നാടിന് മോക്ഷം വേണം. ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം പരിചിതമായ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ പടിവാതിൽക്കലും എത്തി നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. ലഹരിക്കെതിരായ പോരാട്ടം ഭരണകൂടത്തിന്റെയോ പോലീസിന്റെയോ മാത്രം കർത്തവ്യമായി കരുതാതെ നാം ഓരോരുത്തരും പ്രതികരണത്തിന്റെ കണ്ണികളാകുക. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനായി ഈ സന്ദേശ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന വിശ്വാസമാണ് ഞങ്ങളുടെ ഊർജം. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയും പ്രോത്സാഹനവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ.
നിന്നിലെ നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറി പറക്കേണ്ട നാളുകൾ പ്യൂപ്പയായി തന്നെ ചടഞ്ഞുകൂടി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പറ്റിയ കേന്ദ്രം. ഇവിടെ ഇവിടെ കുട്ടികളല്ലേ? അതെ, അവരാണ് നല്ല ഇരകൾ. ചിലന്തി വലയിൽ എപ്പോഴെങ്കിലും വലിയ ഇരകൾ വീഴാറുണ്ടോ? വീഴാനും അവ വലയം പൊട്ടിച്ചു പോകും. ഓ, അപ്പോൾ കുട്ടികൾ തന്നെ പറ്റിയ ഇരകൾ. അവരെ എങ്ങനെ നമുക്ക് വലയപ്പെടുത്താം? ചൂണ്ടയിൽ മീൻ കുറുക്കുന്നത് താൻ കണ്ടിട്ടില്ലേ? ഇരയിട്ട് കാക്കുക. മീൻ താനെ കുത്തിക്കൊള്ളും. കെണിയിലായ ശേഷം ജീവനായുള്ളൊരു പിടച്ചിലുണ്ടല്ലോ, കാണാൻ ഒരു വല്ലാത്ത സുഖമാണ്. എന്താ ബ്രോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ലഹരി ചേർത്ത ഈ മിഠായികൾ സൗജന്യമായി നൽകണം. അവർ നമ്മുടെ വരുതിയിലായ ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി. അവർ ഏത് വിധേനവും പണവുമായി എത്തും, തീർച്ച. ഓ, അപ്പോ വിശ്വസ്തരായ മൂന്നാലെണ്ണത്തിനെ നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ? അതെ, 50-100 രൂപയും 2 മിഠായി നൽകിയാൽ കച്ചവടം നടത്തി മുഴുവൻ പണവും അവർ നമ്മൾക്ക് എത്തിക്കും. നിങ്ങളെന്താ ഇവിടെ? സാറിനെ കാണാനാ. സാറിനെ കാണുന്നു? സാറിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലോ ആരാളോ സ്കൂളിലാണോ? അതല്ല സാർ, സ്കൂളിലെ സാറിനെ കാണാനാ. എന്താ കാര്യം? കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാ സാറേ. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. അത് സാറിനെ പേടിച്ചിട്ടാ സാർ. സാറിനെ കണ്ടിട്ട് ഇപ്പൊ വിട്ടോളാം. ശരി സാർ, ശരി. തിരികെ വരുമ്പോൾ കണ്ടുപോകരുത് രണ്ടിനെയും. മാരണം പോയി. ഹേ ബ്രോ, ഞാൻ ബെല്ലടിച്ച്. കുട്ടികളിപ്പോ പുറത്തു വരുമ്പോ നിക്ക്. നമ്മൾ കൂട്ടത്തിൽ 2-3 കുട്ടികൾക്ക് മാത്രം മിഠായി നൽകും. സംശയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ അറിയാ, അവിടെ ഒരു സൂപ്പർ ബൈക്കിരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ആ ചേട്ടന്മാരേതായിരിക്കും. നമുക്ക് പോയി ചോദിച്ചു നോക്കാം. ഹേ ബ്രോ, അവരെത്തി. കണ്ടോ, ചൂണ്ടയിൽ മീൻ കൊത്തി തുടങ്ങി. ചേട്ടാ, ഇതാണോ ഡ്യൂക്ക്? അതെ, എന്താ ഇഷ്ടമായോ? സൂപ്പർ. ഇതിന് എന്ത് വില വരും? 2 ലക്ഷം രൂപ വരും. എന്റെ അമ്മേ, എന്താ ഒരു സ്റ്റൈല്! ചേട്ടൻ 100-ലൊക്കെ പറപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ മേലെ. ഞങ്ങളെങ്കിലും ആ റേസിങ്ങിന് പോകുന്നത്. അനിയന്മാർ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 8ാം ക്ലാസ്സിൽ. എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഇന്റർവെല്ല്. അതെ. നിങ്ങൾക്ക് മിഠായി വേണോ? വേണ്ട, ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കല്ലെന്ന് രമേശൻ മാഷി പറഞ്ഞിട്ടുണ്ട്. വേണ്ടല്ലേ, രമേശൻ മാഷി അറിഞ്ഞ സീനാവേ. വാങ്ങി കഴിയടേ, സാറൊന്നും അറിയാൻ പോണില്ല. എന്നാ പിടി. എന്നാ വാങ്ങ്. ഇത് ഒരു പ്രത്യേകതരം മിഠായിയാണ്. ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചേട്ടാ, ഒരു മിഠായി കൂടെ തരാമോ? അതിനെന്താ, പക്ഷെ നാളെ മിഠായി വേണമെങ്കിൽ കാശ് തരണം. അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം നമുക്ക്.
വല്ലാത്തൊരു സുഖം നിനക്ക് തരാണെന്നുണ്ടോ? ചേട്ടന്മാർ പറഞ്ഞതുപോലെ മറ്റേതോ ഒരു ലോകത്തെത്തിയ ഒരു പ്രതീതി. എനിക്കും സ്വർഗത്തിൽ എത്തിയതുപോലെ തോന്നുന്നു. വരും, വരാതിരിക്കില്ല. അമ്മാതിരി സാധനമല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചേട്ടാ, ഇന്നലെ തന്ന മിഠായി തരാമോ? തരാം, പക്ഷെ എൻ്റെ അടുക്ക കാശുണ്ടോടാ? ഇന്ന് കാശില്ല ചേട്ടാ, നാളെ തരാം. പ്ലീസ് ചേട്ടാ, കാശ് നാളെ തരാം. പോ പോ പോ, കാശില്ലാതെ തരില്ല. പോടെ പോയി കാശും കൊണ്ടുവാ. പോ പോ. ഒരു സാധനത പോയി പോടാ, നിനക്ക് സാധനമില്ല, ഒന്നുമില്ല, നീ പോ. പറ്റില്ല ഭായി, ഒരെണ്ണെന്താ ഭായി? ഒന്നുമില്ല, അരയുമില്ല. പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും, ഇല്ലെങ്കിൽ നീ പോ. പൈസ തരാൻ ഭായി, ഒരെണ്ണെന്താ ഭായി? പോടാ, പോ. ഹേ ബ്രോ, ഇത് നിങ്ങളുടെ പഴയ ചങ്കല്ലേ ബ്രോ? ചങ്ക് അതൊക്കെ പണ്ട്. ഇവിടെ ബന്ധങ്ങളുമില്ല, സൗഹൃദവുമില്ല, കച്ചവടം മാത്രം. ഭായി, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കാശ് തന്നിട്ടുള്ളല്ലേ ഭായി? എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതല്ലേ? പോടാ, കൊന്നോ പിടിച്ചു പറിച്ചോ നീ പൈസ കയറ്റുവാ, എന്നിട്ട് നിനക്ക് സാധനം തരാം. എവനെ എടുത്ത് ദൂരെ എടുത്ത് കളടാ. കനവില്ല നിനവില്ല കുളിരുമില്ല, സ്മരണയിൽ നന്മതൻ കണികയില്ല. കനവില്ല നിനവില്ല കുളിരുമില്ല, സ്മരണയിൽ നന്മതൻ കണികയില്ല. ലഹരിയാൽ നീ തീർക്കും മായാ പ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരേ ജീവിതങ്ങൾ. ലഹരിയാൽ നീ തീർക്കും മായാ പ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരേ ജീവിതങ്ങൾ. ഇതാ പൈസ, മിഠായി തരും. അല്ല നീ അതെവിടുത്തെ പൈസ? അത് നിങ്ങൾ എന്തിനറിയണം? കൊള്ളാം, മിടുക്കന്മാർ. 2 മിഠായി അധികമുണ്ട്. അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം. ഓക്കെ ബ്രോ, ശരി, നാളെ കാണാം. ഓ, എന്താ ഒരു സുഖം. ഇന്ന് സ്മിതയുടെ ബാഗിൽ നിന്നാണ് ഞാൻ കാശ് ഒപ്പിച്ചത്. നാളെ നിങ്ങളുടെ പൈസ ഒപ്പിക്കും. ഇനി മിഠായില്ലാതെ പറ്റില്ല. എന്താ ഒരു സ്വാദ്, എന്താ ഒരു സുഖം. നാളെയും എങ്ങനെയെങ്കിലും ക്യാഷ് ഒപ്പിക്കണം. അയ്യോ, സ്മിത കരയുന്നോ? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? കാര്യം പറയാ സ്മിത. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. 2 മാസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അതെ, സുഖം മാഷേ. മാഷേ, സ്മിത കരയുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തിനാ മോളെ കരയുന്നത്? മോൾ
ഈ കാശ് എടുത്തോ? ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്തോ? നിങ്ങൾ 3 പേരും എന്താ മിണ്ടാത്തത്? നിങ്ങളാണോ കാശെടുത്തത്? ഇവർക്കിതെന്ത് പറ്റി? ഇവർ സാധാരണ ഇങ്ങനെയല്ലല്ലോ. മാഷേ, ഇവർ ഗേറ്റിന് പുറത്ത് 2 ചേട്ടന്മാരിൽ നിന്നും എന്തോ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിച്ച ശേഷം ഇവർ ആരോടും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മിഠായിയോ മറ്റെന്തെങ്കിലും വാങ്ങി കഴിച്ചായിരുന്നോ? അതെ, കഴിച്ചു മാഷെ. നിങ്ങൾക്ക് മിഠായി വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? അപ്പോ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ? അതെ, ഇനി ആവർത്തിക്കില്ല മാഷെ. ആ മിഠായി കഴിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വല്ലാത്തൊരു തലവേദന. നിനക്കോ? സ്വർഗത്തിലെത്തിയതുപോലെ. സ്വർഗത്തിലെത്തിയതുപോലെ. കഴിഞ്ഞ 2 മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ മക്കളെ? അതിന് കാരണം നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ലഹരിയാണ്. എനിക്കൊരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്, എൻ്റെ വിനീത്. പഠനത്തിലും കലാകായിക രംഗത്തും പ്രതിഭ തെളിയിച്ചത്. അധ്യാപകരായിരുന്ന ഞാനും അവൻ്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചതേയില്ല. കാരണം ഞങ്ങൾക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ക്രമേണ അവന് പരീക്ഷയിൽ മാർക്ക് കുറയാൻ തുടങ്ങി. ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങളതിനെ കരുതി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ എപ്പോഴും മുറിക്കുള്ളിൽ തന്നെ കഴിയാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ അമ്മയ്ക്ക് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ മേശക്കുള്ളിൽ നിന്ന് ഒരു സിറിഞ്ച് കിട്ടി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അന്ന് വരെ കാണാതിരുന്ന എൻ്റെ മകനെയാണ് കാണാൻ കഴിഞ്ഞത്. ആക്രോശത്തോടെ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവൻ്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. എൻ്റെ പൊന്നുമോ ലഹരിക്ക് കീഴ്പ്പെട്ടു എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവന് ഞങ്ങൾ ചികിത്സയ്ക്കായി ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു. ഇരുമ്പള്ളിക്കുള്ളിൽ നിന്ന് അലമറയിടുന്ന അവന്റെ ശബ്ദം ഇപ്പോഴും എന്റെ കാതുകൾ മുഴങ്ങുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ അവൻ എന്റെ പൊന്നുമോ കയ്യിലെ ഞരമ്പ് കുറച്ചു. നിങ്ങൾ പറയുന്ന സ്വർഗത്തിലേക്ക് എന്നേക്കുമായ യാത്രയായി എന്റെ പൊന്നുമോ. മാഷേ, കരയില്ലേ മാഷേ? കരയില്ലേ മാഷേ? അവന്റെ അമ്മയുടെ കണ്ണുനീർ ഇന്നും തുറന്നിട്ടില്ല. കണ്ണീരുവറ്റാതെ കൈകൂപ്പി നിൽക്കും ഒരമ്മതൻ വേദനയാരു കാണാൻ. കണ്ണീരുവറ്റാതെ കൈകൂപ്പി നിൽക്കും ഒരമ്മതൻ വേദന ആരു കാണാൻ. പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി. പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി. എന്റെ മകന് സംഭവിച്ചത് ഇനി ഒരു കുരുന്നിനും സംഭവിക്കരുത്. നിങ്ങളുടെ സ്വർഗം അച്ഛനമ്മമാരും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമാണ്. നിങ്ങളുടെ സ്വർഗം കൂട്ടുകാരും അധ്യാപകരും അടങ്ങുന്ന ഈ വിദ്യാലയമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് അച്ഛനമ്മമാർക്ക്. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കരുത്ത്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിക്കും.
ലഹരിയുടെ വ്യാപാരികളെ തുറങ്ങിയടയ്ക്കുക. ഇവർ മരണത്തിന്റെ വ്യാപാരികൾ. ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കുക. എത്ര കേമന്മാരായ വക്കീലന്മാർ വന്നാലും രാഷ്ട്രീയക്കാർ വന്നാലും നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്നെയൊക്കെ ഞങ്ങൾ പൂട്ടേണ്ട രീതിയിൽ പൂട്ടും. എന്റെ വീട്ടിലുള്ള മക്കൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ പോരാടിയ പാരമ്പര്യമുള്ള നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോ ലഹരിയുടെ കൈകളിൽ അമരുകയാണ്. എത്രയെത്ര ജീവിതങ്ങളാണ് ഈ ലഹരി കവർന്നെടുത്തത്. പ്രിയപ്പെട്ട രമേശൻ സാർ, കുട്ടികളെ, നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്, മാതൃകയാണ്. ഇതൊരു പാഠമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, സ്വന്തം മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രക്ഷിതാക്കൾക്കും സ്കൂളിന് പുറത്തേക്ക് കണ്ടെത്താത്ത അധ്യാപകർക്കും ഇതൊരു പാഠമാണ്. ഈ നാട്ടിലെ ക്രമസമാധാനവും സുരക്ഷിതത്വവും പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതരുത്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ അറിയിക്കാം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നമുക്കും യോദ്ധാക്കളാകാം. No to drugs. നമുക്കും ഏറ്റു പറയാം. No to drugs. ലഹരി കവർന്നൊരാ ഓജസ്സും ബുദ്ധിയും മനനം ചെയ്തു നീ വീണ്ടെടുക്ക. ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയെ ധന്യമാക്കാം. മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക. അരുതേ ലഹരിയെന്നോർത്തിയിടുക. ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയെ ധന്യമാക്കാം. മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക. അരുതേ ലഹരിയെന്നോർത്തിയിടുക. Congrats. Next.